ദൈവദാസൻ പ്രിയ പാസ്റ്റർ ജോജു തോമസ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദൈവദാസനെ തുടർന്നുള്ള സമയം വയത്തിൽ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പാസ്റ്റർ ജോജു തോമസ്. സകല മഹത്വവും ഏക കർത്താവും ഏകരക്ഷകനും ഏക വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിനെ അർപ്പിച്ചു. ആ പവിത്രമായ പാദത്തിങ്കൽ നമ്മെ സമർപ്പിച്ചു. ഈ രാത്രിയെങ്കിൽ വചന കേൾവിക്കായി കടന്നു വന്ന ജീവപുസ്തകത്തിൽ പേരുള്ള ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന വാഗ്ദത്തമുള്ള ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു. എല്ലാവരെയും ഒരിക്കൽ കൂടി വന്ദനം ചെയ്തുകൊണ്ടും തിരുവെഴുത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഐസിൽ ഇന്നുവരെയും കാണാത്ത മനോഹരമായ ഒരു ദിനത്തിൻ്റെ വൈകിനിമിഷം കൂടി കാണുവാൻ ദൈവം നമ്മെ കൂട്ടിവരുത്തി. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം വിലപ്പെട്ടതായി കണ്ട് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നു. പ്രത്യേകാൽ ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ എബ്രഹാം ദാനിയേൽ പാസ്റ്റർ, എനിക്ക് ശേഷം കടന്നു വന്ന വചനം ശുശ്രൂഷിക്കുന്ന അഭിഷിക്തൻ, അവരെയും ഞാൻ വന്ദനം ചൊല്ലുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വർഷം നാം എടുത്ത തീം ഏറ്റവും അനുഗ്രഹീതപ്പെട്ട ഒരു തീമാണ്. എന്താണ് കഷ്ടത, എന്താണ് തേജസ്? എബ്രായ ഗ്രീക്ക് പദങ്ങളുടെ ആഴമേറിയ വിശദീകരണങ്ങൾ നാം എല്ലാവരും കഴിഞ്ഞ ദിനം കേട്ടു. എങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കുവാൻ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ ഉദാഹരണത്തോടു കൂടി തിരുവെഴുത്തിലേക്ക് പ്രവേശിക്കാം. ഒരു ഇരുമ്പ് പ്ലേറ്റുമായി ഒരു സാധാരണ മനുഷ്യൻ ആ ഇരുമ്പ് പ്ലേറ്റിനെ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കൂട്ടിലാക്കി അദ്ദേഹം കൊല്ലൻ്റെ ആലയിലേക്ക് ചെല്ലുകയാണ്. കൊല്ലൻ്റെ ആലയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ആ കൊല്ലൻ തീ കൂട്ടി അവിടെ ഇരിക്കുകയാണ്. ഈ കവറിൽ നിന്ന് ഈ ഇരുമ്പ് ലോഹം അദ്ദേഹം എടുത്തിട്ട് ആ കൊല്ലൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ ബഹുമാന്യനായ കൊല്ലൻ കൈ നീട്ടി ആ ഇരുമ്പ് കഷണം സ്വീകരിച്ചു. അദ്ദേഹത്തോട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ ലോഹം കൊണ്ട് ഇന്ന വസ്തു ഉണ്ടാക്കി തരണം. അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം നോക്കി നിൽക്കെ ആ പഴുത്ത് നിൽക്കുന്ന ആ തീക്കനലിലേക്ക് കൊല്ലൻ തൻ്റെ കൈകൾ കൊണ്ട് ആ ഇരുമ്പ് കഷണം കഴിച്ചു വിട്ടു. ശേഷം ചില കൽക്കരികൾ വാരി ആ ഇരുമ്പ് കഷണത്തിൻ്റെ മുകളിലേക്ക് വെച്ചു. ചില നിമിഷങ്ങൾ കഴിഞ്ഞു നോക്കുമ്പോൾ ആ ഇരുമ്പ് കഷണം പഴുത്തു നിൽക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ഉടമസ്ഥനെ അത് കൈകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. കൊല്ലനെ അത് കൈകൾ കൊണ്ട് തൊടുകാൻ കഴിയത്തില്ല. കാരണം ആ ഇരുമ്പിൽ തേജസ് വ്യാപരിച്ചു. ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നമ്മെ കണ്ടാൽ വലിയ ഭംഗിയൊന്നുമില്ല, എങ്കിലും ഒരു കാര്യം ഉറപ്പോടെ പറയാം, നമ്മിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുന്നുണ്ട്. ആ ഒരു വലിയ ചിന്ത നമ്മെ ഭരിക്കട്ടെ. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം തേജസ് കൊണ്ട് മൂടി. 8-ാം സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. തേജസ്സും ബഹുമാനവും അണിഞ്ഞ മനുഷ്യൻ അവൻ സൗന്ദര്യപൂർണനാ. അവൻ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ അവൻ യോഗ്യനാ. ദൈവശബ്ദം കേൾക്കുമ്പോൾ അവൻ ഓടി വരികയാ. എന്നാൽ വിലക്കപ്പെട്ടത് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് നിന്ന് തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവന് തന്നെ ബോധ്യമായി, ഞാൻ നഗ്നനാ. ഇന്ന് രാത്രിയിൽ ഓർത്തുകൊള്ളണം, തേജസ് നമ്മിൽ നിന്ന് മാറരുത്, അത് നമ്മെ വിട്ടു പോകരുത്. അന്ത്യശ്വാസം വരെ ആ വലിയ നിക്ഷേപം ഞാനും നിങ്ങളും സൂക്ഷിക്കേണ്ടവരാ. വിശുദ്ധ തിരുവെഴുത്ത് എന്നെ പഠിപ്പിച്ച, എൻ്റെ തീമിലേക്ക് പെട്ടെന്ന് വരികയെ, വിശുദ്ധ തിരുവെഴുത്ത് എന്നെ പഠിപ്പിച്ച ഒരു പ്രധാന സത്യമുണ്ട്. വേദപുസ്തകം നിരീക്ഷിച്ചു പഠിച്ചാൽ പ്രധാനമായി 5 നിലകളിലുള്ള കഷ്ടമുണ്ട്.
ഒന്നാമത്തെ കഷ്ടം ജന്മസിദ്ധമായതാണ്. ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ചില കഷ്ടങ്ങളുണ്ട്. നമുക്കറിയാം, ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഉടലെ ചെറുതും തല വലുതും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ പിക്ചറുകൾ പത്രങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. അവർ ജന്മം മുതൽ തന്നെ അവരവിടെ അങ്ങ് കിടക്കുകയാണ്. ചിലരൊക്കെ 10, 20, 25 വർഷവും ഒക്കെ കിടക്കും. അതാണ് ജന്മനാൽ ഉള്ള കഷ്ടം എന്ന് പറയുന്നത്. രണ്ടാമതൊരു കഷ്ടമുണ്ട്, അത് സ്വയമേ വരുത്തി വെക്കുന്ന കഷ്ടമാണ്. ഉദാഹരണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഇത് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ ഒരു കാര്യം കൂടി ദൈവമക്കൾ ഓർത്തുകൊള്ളണം, ഈ ഏലിസ കഷ്ടം അനുഭവിപ്പാൻ കാരണം ഏലിയാവിന് വേണ്ടാത്തത് ഏലിസ പിടിച്ചത് കൊണ്ടാ. ഇന്ന് രാത്രിയിൽ ഓർത്തോണം, ദൈവം വെറുക്കുന്നത് ദൈവമക്കൾ സ്വീകരിക്കരുത്. അതെനിക്കും നിങ്ങൾക്കും വേണ്ട. മൂന്നാമത്തെ കഷ്ടം എന്ന് പറയുന്നത് അത് പിശാചിനാൽ വരുന്നതായ കഷ്ടതകളാണ്. നമുക്കറിയാം, യേശുവിന്റെ ശുശ്രൂഷ കാലയളവിൽ അങ്ങനെയുള്ള ധാരാളം രോഗികളെ യേശു സൗഖ്യമാക്കി. ഒരിക്കലും ഒരു സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈ പൈതലിനെ വെള്ളത്തിലും തീയിലും തള്ളിയിട്ടു. എന്നാൽ യേശു ചെയ്തൊരു കാര്യമുണ്ട്, ആ പൈതലിലുള്ള ദുരാത്മാവിനെ കർത്താവ് പറഞ്ഞു വിട്ടു. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ഏതു പൈശാചിക പ്രവർത്തികളെ മരിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ. നാലാമതായി ദൈവത്താൽ അയക്കപ്പെടുന്ന ചില കഷ്ടതകളുണ്ട്. ദൈവജനത്തിന്റെ മടങ്ങി വരവിന് വേണ്ടി, മാനസാന്തരത്തിനു വേണ്ടി. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അവസാന വാക്യങ്ങൾ, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ഞാൻ അവരെ ശിക്ഷിക്കുകയും ചെയ്യും. നിന്നെ ഇല്ലാതാക്കാനല്ല, നമ്മെ പണ്ടുപെടുത്ത് നല്ല പൊന്നാക്കി നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ഇനിയും അനേക വേദികളിൽ നമ്മെ നിർത്തേണ്ടതിനായി, രാജ്യങ്ങളിലേക്ക് നമ്മെ പറഞ്ഞു വിടുവാൻ ചില വേദനകളും ശോധനകളിൽ കൂടി കടന്നു പോകുന്ന ദൈവജനം ഇതിന്റെ നടുവിലുണ്ട്. എന്നാൽ ഉറപ്പായി പറയട്ടെ, അത് നിന്നെ തളർത്തി കളയത്തില്ല. അത് നിന്നെ പണിതെടുക്കും. അത് നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ശോഭയുള്ളവനായി മാറും. അനേക വേദികളിൽ നീ നിൽക്കും. നിന്നിൽ കൂടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അഞ്ചാമതായ ഒരു കഷ്ടതയുണ്ട്. ആ കഷ്ടത യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിമിത്തം അനുഭവിക്കുന്ന കഷ്ടതയാ. പത്രോസ്, പൗലോസ്, യേശുവിന്റെ ശിഷ്യന്മാർ എല്ലാവരും ആ കഷ്ടം അനുഭവിച്ചവരാ. ഞാൻ ഈ വേദിയിൽ ഇവിടെ നിൽക്കുമ്പോഴും ആ പവിത്രമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അനവധി വിശുദ്ധഗണങ്ങൾ ഭാരതത്തിന്റെ ജയിലുകളിലും ലോകരാജ്യങ്ങളിലും ഇന്നും കിടന്നുകൊണ്ട് യേശുവിന്റെ നാമനിമിത്തം അവർ കഷ്ടം അനുഭവിക്കുക. എന്നാൽ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ലോകമേ ഞങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുവാനേ കഴിയത്തുള്ളൂ. ഭൂമിയേക്കാൾ വിലയുള്ള ഒരു ആത്മാവ് ഞങ്ങൾക്കുണ്ട്. അതിനെ നശിപ്പിക്കുവാൻ, അതിനെ തൊടുവാൻ ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയുകയില്ല. ഇന്ന് രാത്രി പവിത്രമാകുന്ന വചനം ചുമക്കുന്ന അഭിഷിക്തന്മാരോട് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ നിലയിൽ പറയട്ടെ, നാളെ ഞാനും നിങ്ങളും ഈ പീഡകളിൽ കൂടി കടന്നു പോകേണ്ടതായി വരാ. ഈ ലോകത്തിന് നമ്മെ കൊല്ലാനേ കഴിയത്തുള്ളൂ, നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ കഴിയാ. എന്നാൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെയും വിലയുള്ള ആത്മാവിനെ തൊടുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതിന്റെ മേൽ അധികാരം ദൈവത്തിന് മാത്രമാ. അവർ നമ്മളെ കൊന്നോട്ടെ, നാം മണ്ണിന് വളമായി മാറിക്കോട്ടെ. ഒരു കാര്യം ഓർത്തുകൊള്ളുക, കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്ന ആ പൊൻപുലരിയിലുണ്ടല്ലോ, ഭൂമി താൻ പ്രേതന്മാരെ പ്രസവിക്കുന്ന കൂട്ടത്തിൽ മണ്ണിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച് നാം പുറത്തു വരും. ലോകമേ കൊല്ലാനേ കഴിയുകയുള്ളൂ. ഉയർപ്പിക്കുന്ന ഒരു കർത്താവ് സഭയ്ക്കുണ്ട്. ഉയർപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഉയർപ്പിക്കുന്ന ഒരു രക്ഷകൻ ഇതിന്റെ നടുവിൽ നടകൊള്ളുന്നുണ്ട്. ഈ രാത്രിയെങ്കിൽ ആരെങ്കിലും വേദനയിൽ, ശോധനകളിൽ, പല വിധത്തിലുള്ള ഭാരങ്ങളിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്തനെന്ന നിലയിൽ ദൈവാത്മാവെ ഞാൻ വിളിച്ചു പറയട്ടെ, ഏതു ഭാരത്തെയും അടിച്ചു മാറ്റുന്ന, രോഗങ്ങളെ അറുത്തുകളഞ്ഞ് രോഗബന്ധനങ്ങളെ ഇല്ലാതാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്.
ഈ രാത്രിയിലത്തെ ചിന്തയ്ക്കായി ഒരു തിരുവെടുത്ത് വായിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഗ്രന്ഥം കൈകളിലെടുത്ത് 1 പത്രോസിന്റെ ലേഖനം, എല്ലാവരും കൈകളിലെടുത്ത് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം ഞാൻ പറയുമ്പോൾ ഈ സഹോദരിമാർ വായിക്കും. 1 മിനിറ്റ്. എല്ലാവരും കൈകളിലെടുത്ത് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഓടിച്ചു വായിക്കും. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവും ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് കേട്ടപ്പോൾ ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. മതി. എല്ലാവരും ബൈബിൾ അടച്ച്, എല്ലാവരും ബൈബിൾ അടച്ചു. ഇനി ശ്രദ്ധയോടെ തിരുവെഴുത്ത് എൻ്റെ മുഖത്ത് മാത്രം നോക്കി നമുക്ക് ഈ വചനത്തിലേക്ക് പോകാം. ശ്രദ്ധയോടെ വചനം കേട്ടാണ്. എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് വചനം ശ്രദ്ധയോടെ മനസ്സിലാക്കുക. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പിശാചിന്മേൽ ജയമെടുത്ത് വിജയശ്രീ ലാളിതനായി കർത്താവ് വരുമ്പോൾ ബെത്സയിദക്കാരനായിരിക്കുന്ന പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ 4 പേർ മീൻ വല നന്നാക്കുന്ന കാഴ്ച കണ്ടു. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്ക. ശീമോൻ കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിച്ചു. ചില നാളുകൾ കഴിഞ്ഞു. ഇവർ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുമ്പോൾ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് ഇവർ നടന്നു പോകുമ്പോൾ യേശു ഇവരോടൊരു ചോദ്യം ചോദിച്ചു. ജനങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? ഉടനെ ഒരു കൂട്ടർ പറഞ്ഞു ഏലിയാവ, വേറൊരു കൂട്ടർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനാ, വേറൊരു കൂട്ടർ പറഞ്ഞു ഇരമ്യാവ, വേറൊരു കൂട്ടർ പറഞ്ഞു പുരാതന പ്രവാചകന്മാരിൽ ഏതോ ഒരുവനാ. നല്ല ഉത്തരം. യേശു പറഞ്ഞു, എനിക്ക് അതല്ല അറിയേണ്ടത്, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? ചില നിമിഷം മൗനമായി നിൽക്കുമ്പോൾ പത്രോസ് ഉത്തരം ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഉടനെ യേശുവിന്റെ മറുപടി, ബെറിയോന ശീമോനെ, മാംസരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എന്റെ പിതാവ്. നീ ഭാഗ്യവാൻ. അടുത്ത ദൂത് കേട്ടോണം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. പത്രോസേ, നീ ഭൂമിയിൽ അഴിക്കുന്നത് നീ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അഴിക്കപ്പെട്ടിരിക്കും. അങ്ങനെ ശക്തമേറിയ ദൈവിക ആലോചന യേശുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു വ്യക്തിയാണ് പത്രോസ്. ആ പത്രോസ് നീറോ റോം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധന്മാർ വലിയ പീഡകളിൽ കൂടി കടന്നു പോവുകയാണ്. അനവധി വിശുദ്ധന്മാർ രക്തസാക്ഷികളായി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് എഴുതി അറിയിക്കുകയാ, AD 65 പൊന്തോസിലും ആസിയിലും ബിദുന്യയിലും കപ്പദോക്യയിലും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരെ, ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ലജ്ജിക്കേണ്ട. ഈ നാമം ധരിച്ചു കൊള്ളണം. ഈ നാമം ധരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ദൈവസഭയ്ക്ക് ആത്മിക പ്രചോദനം നൽകി ചരിത്രപ്രകാരം AD 68 നീറോ കൈസറുടെ ആജ്ഞപ്രകാരം ആ ദൈവപുരുഷനെ തലകീഴായി ക്രൂശിക്കുകയും ഇന്ന് ക്രിസ്തുവിനോടൊപ്പം അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുകയാണ്. ആ ദൈവത്തിന്റെ അഭിഷിക്തൻ പറയുകയാ, നാം വായിച്ച വാക്യം, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടം. യേശു തന്നെ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ കഷ്ടം ലോകത്തോടെ ആദ്യം വിളംബരം ചെയ്യുന്നത് ഏദനില. ആ വിളംബരം ചെയ്ത വ്യക്തി പിതാവാകുന്ന ദൈവമാ. പിതാവാകുന്ന ദൈവം യേശുവിന്റെ കഷ്ടതയെ കുറിച്ച് പറയുക, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഈ 2 വാചകത്തിൽ യേശു ക്രിസ്തുവിന്റെ കഷ്ടവും യേശു ക്രിസ്തുവിന്റെ മഹത്വവും അടങ്ങിയിരിക്കുകയാണ്. യേശു തന്നെ ഇങ്ങനെ പറഞ്ഞു, ന്യായപ്രമാണത്തിലും
പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ 5 യാഗങ്ങളുടെയും നിഴൽ നിരീക്ഷിച്ചാൽ അവയെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച്. യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യം. നമുക്കായി അവൻ അകൃത്യ യാഗമായി തീർന്നെന്ന ഇന്ന് രാത്രിയിൽ ഓർത്തുകൊള്ളണം. 5 യാഗങ്ങളും ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തെയാ. ഇസ്രായേൽ ജനതയ്ക്ക് പെരുന്നാളുകൾ നൽകി. ആ പെരുന്നാളുകളിൽ ഒരു പെരുന്നാളാ പെസഹയുടെ പെരുന്നാൾ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വരുന്നതിന് മുന്നോടിയായി നടക്കുന്ന ഒരു പെരുന്നാളാ. അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം, അത് 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. ആട്ടിൻകുട്ടി 30-ാമത്തെ വയസ്സിൽ നടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് ദൈവിക മർമ്മങ്ങൾ ദൈവസഭയ്ക്ക് നൽകിയ പൗലോസ് അതിന്റെ പൊരുൾ ഇങ്ങനെ രേഖപ്പെടുത്തി: നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു. ആ കുഞ്ഞാട് ക്രിസ്തു തന്നെ. മറുരൂപമല്ല. യേശുക്രിസ്തുവിന്റെ മഹത്വത്തെയും കഷ്ടതയും വിവരിക്കുന്ന ഒരു രംഗമുണ്ട്. മൺമറഞ്ഞുപോയ മോശയും പഴയ നിയമത്തിലെ വലിയ പ്രവാചകനാകുന്ന ഏലിയാവും ആ മറുരൂപമലയിൽ പ്രത്യക്ഷപ്പെട്ടു. യേശു അവരുടെ മുമ്പിൽ നിന്ന്, ശിഷ്യന്മാരുടെ മുമ്പിൽ നിന്ന് രൂപാന്തരപ്പെട്ടു. മറുരൂപമലയിൽ ഈ 2 വ്യക്തികൾ ഒന്ന് സംസാരിച്ചത് യെരൂശലേമിൽ യേശു അനുഭവിക്കേണ്ടിയിരുന്ന കഷ്ടതയെക്കുറിച്ചാ. അവസാനം യേശു തന്നെ ശിഷ്യന്മാരോട് പറയുകയാ, 33.5 വയസ്സിൽ നാം യെരൂശലേമിലേക്ക് പോവുകയാ. എന്തിനെന്നറിയാമോ? അവിടെ മനുഷ്യപുത്രനെ പിടിക്കും, ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും കുറ്റം വിധിക്കും. ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. യേശുക്രിസ്തുവിന്റെ കഷ്ടതയെ പഴയ നിയമത്തിലും നിരീക്ഷണം നടത്തിയാൽ ഈ 6 നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ എൻ്റെ ഭാഗങ്ങൾ ഒത്തിരി വെട്ടിച്ചുരുക്കി പ്രസക്ത വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടത വാക്കുകൾക്ക് അപ്പുറമാ. താൻ ചെയ്ത പാപനിമിത്തമല്ല, പിശാചിനാലല്ല, താൻ ചെയ്ത യാതൊരു തെറ്റും കൊണ്ടല്ല. യേശു സ്വയമേ ആ ശിക്ഷ മാനവജാതിക്ക് വേണ്ടി ഏറ്റെടുക്കുകയാ. പെസഹയ്ക്ക് മുമ്പേ മത്തായി 26:2 പെസഹ യേശു ശിഷ്യന്മാരോട് പറയുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകട്ടോ, 2 ദിവസം കഴിഞ്ഞ് പെസഹയാ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കും. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അവൻ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരും. ആബിബ് മാസം 10-ാം തീയതി വേർതിരിക്കുന്ന ആടിനെ 14-ാം തീയതി അറുക്കുന്നത് പോലെ ആബിബ് മാസം 14-ാം തീയതി ചരിത്രം പഠിച്ചാൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ടതായി വന്നു. ഇന്ന് രാത്രിയിൽ ഓർത്തുകൊള്ളണം, യെരൂശലേം മുതൽ ഗോൽഗോഥ വരെ വീണ്ടും എഴുന്നേറ്റും നമ്മുടെ കർത്താവ് കടന്നുപോയി. എന്തിനെന്നറിയാമോ? നമുക്കൊരു വീണ്ടെടുപ്പ് നൽകേണ്ടതിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ കൂടി ലോകത്തിൽ വെളിപ്പെട്ട 3 മഹത്വമുണ്ട്. 1 ഭൂമിയിൽ വെളിപ്പെട്ട ദൈവമഹത്വം, 2 പാതാളത്തിൽ വെളിപ്പെട്ട ദൈവമഹത്വം, 3 സ്വർഗത്തിൽ വെളിപ്പെട്ട ദൈവമഹത്വമുണ്ട്. പീലാത്തോസ് യേശുക്രിസ്തുവിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗം സുവിശേഷങ്ങളിലുണ്ട്. ചാട്ടവാറ് കൊണ്ടുള്ള അടികളെല്ലാം ഏറ്റുവാങ്ങി, റോമിന്റെ ക്രൂരമായ പീഡകളെല്ലാം ഏറ്റുവാങ്ങി. പല ദിവസങ്ങളിലായി ഞാൻ വായിക്കുകയും കരയുകയും ചെയ്യുന്ന രംഗമുണ്ട്. ആ പവിത്രമാകുന്ന മുഖത്തെ അവർ കാർക്കിച്ചു തുപ്പി. ലൂക്കോസ് സുവിശേഷകൻ എഴുതി വെച്ചു, യേശുക്രിസ്തുവിന്റെ കണ്ണ് കെട്ടി യേശുക്രിസ്തുവിനെ ക്രൂരമായി അവർ തല്ലി. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാർ? അവരെത്രത്തോളം പരിഹസിക്കാമോ അത്രത്തോളം അവർ യേശുവിനെ പരിഹസിക്കുകയാ. ലോകത്തിന്റെ പരിഹാസങ്ങളെല്ലാം ഏറ്റുവാങ്ങി യെരൂശലേം മുതൽ ഗോൽഗോഥ വരെ നമ്മുടെ കർത്താവ് നടന്നു പോവുകയാ. പാട്ടുകാരൻ അവനെ ഇങ്ങനെ പാടിയത്, യെരൂശലേമിൻ തെരുവിലൂടെ കരഞ്ഞു ക്രൂശ് ചുമന്നും കാൽവരിയിൽ നടന്നു പോയോനെ. കാൽവരിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മാനവ
ലാഭിക്കു വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുകയാ. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു വിളിക്കുന്നുണ്ട്, എലി എലി ലമാ സബക്താനി. അവനെ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പരിഹസിക്കുകയാ. എന്നാൽ തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, യേശു അവസാനം തല ചായ്ച്ച് തന്റെ ആത്മാവിനെ വിട്ടു. സംഭവിച്ച ഒരു കാര്യമുണ്ട്. യെരൂശലേം ദേവാലയത്തിലെ തിരശ്ശീല അവ മുകൾ മുതൽ താഴ്ഭാഗം വരെ രണ്ടായി കീറിപ്പോയി. ചരിത്രകാരനാകുന്ന യോസിഫസ് രേഖപ്പെടുത്തത് ഇങ്ങനെ: 70 അടി നീളവും 30 അടി വീതിയും 4 ഇഞ്ച് കനവുമുള്ള ആ തിരശ്ശീല മുകൾ തൊട്ട് താഴ്ഭാഗം വരെ കീറി. എന്തിനെന്നറിയാമോ? ന്യായപ്രമാണ യുഗത്തിന് അറുതി വരുത്തി സഭായുഗത്തിന് ആരംഭം കുറിക്കുകയാ. കർത്താവേ, നീ എന്തിനാ ഇതൊക്കെ സഹിച്ചത്? ഉത്തരം ഒന്ന്, ഒരു പുതുയുഗം ആരംഭിക്കണമെങ്കിൽ യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല എനിക്കും നിനക്കും വേണ്ടി ചീന്തുകയാ. അതുകൊണ്ടും തീർന്നില്ല. കർത്താവേ, നീ എന്തിനാ മരിച്ചത്? ഉത്തരം ഒന്നേ ഉള്ളൂ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടുക മാനവകുലത്തിലെ ആർക്കും കഴിയത്തില്ല. അവന് ഞാൻ മരണപ്പെട്ട് മതിയാവുകയുള്ളൂ. ഇന്ന് രാത്രി ദൈവജനത്തെ ഓർപ്പിക്കട്ടെ, കുടുംബങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന, ദൈവസഭയുടെ വളർച്ചയെ തടയുന്ന, വായ്ത്തത്വങ്ങൾക്കെതിരായി നിൽക്കുന്ന ഏത് അന്ധകാര മണ്ഡലമാണെങ്കിലും നസ്രയനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മനിയോഗമുള്ള ദൈവജനം ഒരുമിച്ച് ആരാധിച്ചാൽ അറുത്തു മാറുകയാ, അവ പൊട്ടിപ്പോവുകയാ. ആ ശക്തിയുടെ മുൻപിൽ ഒരു ശക്തിക്കും നിൽക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിന്റെ മഹത്വം ചുരുക്കി ഓടിച്ചു വരുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ക്രിസ്തുവിന്റെ മഹത്വം ക്രൂസിൽ യേശു ക്രിസ്തുവിന്റെ ശരീരം കിടക്കുകയും, നന്നായി മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന്റെ ശരീരം ക്രൂസിലും. ചില നിമിഷങ്ങൾ കഴിഞ്ഞു, കർത്താവിന്റെ ആത്മാവ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത്, അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി. ഹാബേൽ മുതലുള്ള യേശു ക്രിസ്തുവിന്റെ മരണത്തിന് തൊട്ടു മുൻപ് മരിച്ച ക്രൂസിലെ കള്ളം വരെ ഇവിടെ കിടക്കുകയാ. യേശു പാതാളത്തിൽ അബ്രഹാം പിതാവിന്റെ മടിയെന്നറിയപ്പെടുന്ന ആ പ്രതീസായിൽ എത്തിയപ്പോൾ അവിടെ ഒന്നടങ്കം ആനന്ദമുണ്ടാവുകയാ. ചില ദിവസങ്ങൾ കഴിഞ്ഞു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ജയാളിയായി മടങ്ങി വരികയാ. ജയാളിയായി മടങ്ങി വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചത് ഇങ്ങനെ: 7 ഭൂതങ്ങളുള്ള മഗ്ദലക്കാരത്തി മറിയ ഉണ്ടല്ലോ, അവൾ കർത്താവിനെ എവിടെ വെച്ചത്? ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം, അവൾക്കേ അറിയത്തുള്ളൂ അവൾ പ്രാപിച്ച വിടുതൽ എന്തെന്ന്. ഇന്ന് രാത്രി പറയട്ടെ, വിടുതൽ പ്രാപിച്ചവർ അടങ്ങിയിരിക്കത്തില്ല. അവർ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അവർ ജീവൻ കൊടുക്കൂ. അവർ അനുഭവിച്ച വിടുതൽ അത്ര വലുതാ, അവർ അനുഭവിച്ച ദൈവപ്രവൃത്തി അത്ര വലുതാ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം കർത്താവ് ജയാളിയായി മടങ്ങി വരുമ്പോൾ അനവധി വിശുദ്ധന്മാരുടെ ആത്മാക്കളും യേശുവിനോട് കൂടെയുണ്ട്. മറിയ യേശുവിനെ തൊടുവാൻ നേരം യേശു മറിയോട് പറഞ്ഞു, എന്നെ തൊടരുത്. നീ പോയി ശിഷ്യന്മാരോട് പറയണം, നിന്റെ കർത്താവും എന്റെ കർത്താവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. മറിയെ ഓടിച്ചെന്ന് അവരോട് പറയുക, ഞാൻ പുറകെ വരുന്നുണ്ട്. യേശു ക്ഷണം നേരം കൊണ്ട് ഈ വിശുദ്ധന്മാരുടെ ആത്മാക്കളുമായി ഭൂമണ്ഡലം വിട്ട് നക്ഷത്രമണ്ഡലവും വിട്ട് യേശു സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ പറയുമ്പോൾ വാക്യം വിശുദ്ധന്മാർ ചേർന്ന് പറയണം, സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ എന്റെ വിശ്വാസം ഞാൻ പറയാം, പിതാവാകുന്ന ദൈവം സിംഹാസനത്തിങ്കൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഗബ്രിയേൽ, മീഖായേൽ, കെരൂബുകൾ, സാറാഫുകൾ, തീയുടെ മേൽ അധികാരമുള്ള ദൂതന്മാർ, വെള്ളത്തിന്റെ മേൽ അധികാരമുള്ള ദൂതന്മാർ,
ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയും അവയുടെ സംഖ്യ ഞാൻ കേട്ടു. യോഹന്നാൻ പറയുന്നുണ്ട് 1000 ഗുണം 1000, 10,000 ഗുണം 10,000. ഇവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് വൈണികന്മാർ വീണ വീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉത്തരം മുഴങ്ങുകയാ. ചേർന്ന് പറ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ്, മഹത്വത്തിന്റെ രാജാവാൻ ബലവാനും വീരനുമായ യഹോവ തന്നെ. ഒന്നുകൂടെ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാൻ ബലവാനും വീരനുമായ യഹോവ ഇന്ന് രാത്രി പറയട്ടെ, മഹത്വവാനായി മഹത്വവാനായി വിശുദ്ധന്മാരുടെ ആത്മാക്കളെ പിതാവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചിട്ട് യേശു വീണ്ടും മടങ്ങി വരികയാ. ആ കർത്താവിനെ എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കൂ? അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, സകല മാനത്തിനും മഹത്വത്തിനും സ്തുതിക്കും സ്തോത്രത്തിനും ആരാധനയ്ക്കും ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല. അതിന് യോഗ്യനായവൻ ഒരുവനേ ഉള്ളൂ. അതിന് യോഗ്യനായവൻ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് വൻകച്ച കെട്ടിയവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, വെള്ളോടിന് സദൃശ്യമായ കാലുള്ള, ഉലയിൽ ചുട്ടുപടിപ്പിച്ചവനായി ഇന്ന് രാത്രിയെങ്കിൽ നമ്മുടെ മടവിൽ നടകൊള്ളുകയാ. ഇന്ന് രാത്രി നമ്മുടെ മടവിൽ നടകൊള്ളുകയാ. അവൻ മഹത്വത്തിന് യോഗ്യൻ. അവനെ പോലെ യോഗ്യനായവൻ ആരുമില്ല. അവന്റെ വാക്കിന്റെ മുമ്പിൽ പ്രകൃതി അടങ്ങുന്നു, ദുരാത്മാക്കൾ വിട്ടുമാറുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ഇന്ന് രാത്രി ആ നാമത്തെ പോലെ വേറൊരു നാമമില്ല. ആ നാമത്തെ പോലെ വേറൊരു നാമമില്ല. ദൈവത്തിന്റെ മഹത്വം. ഇനി ഞാൻ പറയുന്ന 2 പ്രസക്ത ഭാഗങ്ങൾ അഭിഷിക്തന്മാർ ശ്രദ്ധയോടെ കേൾക്കണം. സഭ കൈയടിക്കൊന്നും വേണ്ട, ശ്രദ്ധയോടെ വചനം മനസ്സിലാക്കണം. ഇന്ന് ഭൂമിയിൽ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുന്നത് ദൈവസഭയില. താൻ രക്തം നൽകി സമ്പാദിച്ച ദൈവസഭയില ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുന്നത്. യേശു പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. ഇന്ന് രാത്രി ഉറപ്പോടെ പറയട്ടെ, ആ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവം 5 വിധ ശുശ്രൂഷകന്മാരെ നിയമിച്ചിട്ടുണ്ട്. ഒന്നാമത് അപ്പോസ്തലന, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാക്കുന്നു. രണ്ടാമത് പ്രവാചകന, ദൈവിക ദൂത് പ്രാപിച്ച് മഞ്ഞു പെയ്യുന്ന രാജ്യത്തിലേക്ക് അയക്കാമെന്നല്ല, കുറവുകളെ വിളിച്ചു പറഞ്ഞ് മടങ്ങി വരുവാൻ ആലോചന പറയുന്നവന പ്രവാചകൻ. അങ്ങനെയുള്ള പ്രവാചക ഗണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിങ്കൽ എന്ന് ദൂത് പ്രാപിക്കുന്ന അഭിഷിക്തന്മാർ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. മൂന്നാമത് ഇടയനോട് പറയുകയാ, നീ തൃക്കാൽക്കൽ ഇരുന്നു കൊള്ളണം, തിരുവചനം പ്രാപിച്ചോണം, എന്റെ ആടുകൾക്ക് കൊടുത്തോണം, എന്റെ ആടുകളെ മേയിച്ചോണം, എന്റെ ആടുകളെ പാലിച്ചോണം, എന്റെ ആടുകളെ പച്ചയായ പുൽപ്പുറത്ത് കൊണ്ടുപോക്കോണം, അവരെ സ്വസ്ഥതയുള്ള ജലത്തിലേക്ക് നയിച്ചോണം. ഫെലോഷിപ്പ് ചർച്ചയിലുള്ള എന്റെ കൂട്ടു ശുശ്രൂഷകന്മാരോട് ഞാൻ പറയട്ടെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആടിനെ ഓടിക്കാനല്ല, ആടിനെ പറിച്ച് കളയാനല്ല, ആടിനെ നേരായ പാതയിൽ നടത്തി ക്രിസ്തു എന്ന തലയോളം വളർത്തി അതിനെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത ശുശ്രൂഷകന ഉപദേഷ്ടാവ്. അത് നമ്മുടെ ഇടയിൽ കുറവാ. കാരണം ദുരുപദേശം ഈ കാലങ്ങളിൽ വളരെ വളരെ പെരുകുകയാണ്. ഒരിക്കലൊരു പ്രവാചകൻ എന്നോട് വന്ന് പറഞ്ഞു, മകനെ, നിന്റെ തൊടയുടെ സൈഡിൽ ഒരു ഞരമ്പ് ചുരുങ്ങിയിരിക്കും. ഞാൻ നിർത്തുള്ളൂ പറഞ്ഞു. ഞാൻ എൻ്റെ മുട്ട് മടങ്ങുമ്പോൾ ഞരമ്പ് ചുരുങ്ങും, എൻ്റെ മുട്ട് നിവർക്കുമ്പോൾ ഞരമ്പ് നേരെയാകും. ഇങ്ങനെയുള്ള പ്രവചനങ്ങളാ ഇന്ന് കേൾക്കുന്നത് മുഴുവൻ. ഉപദേഷ്ടാവിന്റെ ആലോചന എന്താണെന്നറിയാമോ? ദൈവസഭ തെറ്റിപ്പോകുമ്പോൾ ഇതാകുന്നു വഴിയെന്ന് പറഞ്ഞ് വായിച്ചിട്ടില്ലേ? പത്രോസിനെ യേശു തിരഞ്ഞെടുത്തതാ. എന്നാ പൗലോസ് ദൈവശബ്ദം കേട്ടിറങ്ങിയതാ. ദൈവശബ്ദം കേട്ട പൗലോസ് പത്രോസിനെ ശാസിച്ചു. നീ കാണിക്കുന്നു തെറ്റാ. യഹൂദനായ നീ യഹൂദ മര്യാദ ജനത്തെ പഠിപ്പിക്കരുത്. പുറമെയുള്ള പരിച്ഛേദന അല്ല വേണ്ടത്, ഹൃദയപ്രകാരമുള്ള പരിച്ഛേദന വേണ്ടത്. പത്രോസ് പൗലോസിന് എതിരെ ആക്ഷേപം ഉന്നയിച്ചില്ല. തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, അവന്റെ ലേഖനങ്ങൾ ഈടുറ്റവയും ഘനമേറിയവയുമാ. അടുത്ത 5-ാമത്തെ ഗണത്തിൽ പെടുന്നവനാ
സുവിശേഷകൻ, നമ്മുടെ സാരോം ഫിലോസഫത്തിൽ അനവധി അഭിഷിക്തന്മാർ ലജ്ജ കൂടാതെ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് ട്രാക്റ്റുകൾ കൊടുക്കുകയും അവർ ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, നിങ്ങൾ മുഴക്കുന്ന ശബ്ദം യേശുവിൻ്റെ ശബ്ദമാണ്. നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. അത് ലോകത്തിൽ ആരും തരത്തില്ലെങ്കിലും ആ പ്രതിഫലം സ്വർഗം നിങ്ങൾക്ക് തരും. ഇന്ന് പകൽ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുന്ന രംഗം ദൈവസഭ. ഞാൻ വേദനയോടെ പറയട്ടെ, ഈ നാളുകളിൽ കാണുന്ന ചില വർത്തമാന സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങിപ്പൊട്ടുക. സഭ തകർന്നുകൊണ്ടിരിക്കുകയാ. ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ കർത്താവ് ഇതിനാണോ രക്തം നൽകിയത്? ഇതിനാണോ യെരുശലേം മുതൽ ഗോൽഗോഥ വരെ വീണുമെഴുന്നേറ്റും പോയത്? ഇന്ന് രാത്രിയിൽ ദൈവസഭയോട് പറയട്ടെ, ഞാനും നിങ്ങൾ നിമിത്തം ദൈവനാമത്തിന് അപമാനം ഉണ്ടാകരുത്. ഞാനും നിങ്ങൾ നിമിത്തം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ഞാനും നിങ്ങൾ നിമിത്തം യേശു ക്രിസ്തുവിന്റെ നാമത്തിന് അപമാനം ഉണ്ടാകരുത്. നാം നിമിത്തം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകണം. ഇന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദൈവസഭയില്ല. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുടിക്കുന്നതിന് മുമ്പേ 2-3 കാര്യങ്ങൾ കൂടി പറയട്ടെ. യേശു ക്രിസ്തുവിന്റെ മഹത്വം അതിന്റെ പൂർണ്ണബലി അടുത്ത് വെളിപ്പെടുന്നത് അത് 1000 ആണ്ട് വാഴ്ചയില്ല. യെരുശലേം കേന്ദ്രമാക്കി നമ്മുടെ കർത്താവ് എന്നുകൊണ്ട് ഒരു ഭരണം നടത്തുന്ന രംഗമുണ്ട്. അതൊക്കെ വിവരിക്കണമെങ്കിൽ സമയങ്ങൾ വേണം, സമയമില്ല. ആ മനഹത്വമായ രംഗമുണ്ട്. ഒരിക്കൽ പത്രോസ് ചോദിച്ചു, എല്ലാം വിട്ടു എന്തോ കിട്ടും? ഉത്തരം ഒന്നേ ഉള്ളൂ, ഓർത്തുകൊള്ളണം, നിങ്ങളെ ജഡ്ജിമാരായി വാഴിക്കുന്നൊരു ദിനമുണ്ടെന്നേ. നിങ്ങളെ ഞാൻ മാനിക്കുന്നൊരു ദിനമുണ്ടെന്നേ. 1000 ആണ്ട് വാഴ്ച കഴിയുന്നു, യുദ്ധം നടക്കുന്നു. അവസാനമായി ക്രിസ്തുവിന്റെ മഹത്വം ലോകത്തിൽ വെളിപ്പെടുന്ന രംഗമുണ്ട്. 2 വാക്യങ്ങൾ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേൽപ്പിച്ചേക്കാം. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും മാറിപ്പോയി, സമുദ്രമിനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ അത് സ്വർഗത്തിൽ ഇറങ്ങി വരികയാ. ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, അവിടെയാ ദൈവസഭ വസിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മഹത്വം പൂർണ്ണമായ നിലയിൽ വെളിപ്പെട്ടു വരുന്നത് അവിടെയാ. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, പുത്തനാം യെരൂശലേമിൽ എത്തുന്നൊരു ദിനമുണ്ട്, എന്റെ വേദന മാറുന്നൊരു ദിനമുണ്ട്. ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ ആയുസ് ഇവിടെ 70 വർഷമേ ഉള്ളൂ, 80 വർഷമേ ഉള്ളൂ. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ആരെല്ലാം നിങ്ങളെ കൈവിട്ടാൽ നിങ്ങളെ മാനിക്കുന്നൊരു ദിനമുണ്ട്, നിന്നെ ഉയർത്തുന്നൊരു ദിനമുണ്ട്, ക്രിസ്തുവിനടുക്കം നിന്നെ ഇരുത്തുന്നൊരു ദിനമുണ്ട്. ആ ദിനം ആസന്നമായി. അപ്പൊ എത്രയും വേഗം വരൂ. അതിലേക്ക് ദൈവജനം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ യെരൂശലേമാ നമ്മുടെ വീട്. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആരാ നിന്റെ അമ്മ? ഉത്തരം ഇങ്ങനെ കിടക്കുന്നു, മേലുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ അത്രേ നമ്മുടെ അമ്മ എന്ന് പറയുന്നത്. അതാണ് പുത്തനാം യെരൂശലേം എന്ന് പറയുന്നത്. ഇനി 3 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പറഞ്ഞ് ഞാൻ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. ക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന 3 പ്രധാന, ഒത്തിരി വാക്യമുണ്ടെങ്കിലും 3 പ്രധാന വാക്യം. 1 മത്തായി 28:15. യേശു എന്നെ നോക്കിക്കോ, യേശു അടുത്തു ചെന്നു. അടുത്ത വാക്യം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. 2-ാമത്തെ വാക്യം ഫിലിപ്പിയ ലേഖനം 2:10-11. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങും. യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയും. നമ്മെ ഉപദ്രവിക്കുന്നവരും നമുക്കെതിരെ രേഖ എഴുതി ആലയങ്ങൾ ഇടിച്ചു നിരത്തുന്നവരും വിശുദ്ധന്മാരെ വെട്ടിക്കൊല്ലുന്നവരും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അപകടങ്ങളിൽ കൂടി വിശുദ്ധന്മാരെ തീർത്ത് തൽക്കാലം രക്ഷപ്പെട്ടാലും നീയും വിളിച്ചു പറയും, യേശു കർത്താവ്. 3-ാമത്തെ വാക്യം കൊലോസ്യ ലേഖനം 2:15 ഇങ്ങനെ കിടക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇന്ന് രാത്രിയിൽ ഓർത്തുകൊള്ളുക, നീ ഒരു സാധാരണ വ്യക്തിയല്ല. ലോകത്തിന്റെ മുമ്പിൽ നിനക്ക് വലിയ കഴിവുകൾ ഒന്നുമില്ലെങ്കിലും നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്.
നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാലുണ്ടല്ലോ, ഇതൊന്നും ഒരു സാരമില്ല. ഇത് തൽക്കാലത്തേക്കുള്ളതാ. നാം ഇവിടം വിട്ടു പോകുമ്പോ ദിനം വരാൻ പോവുകയാ. ഒരു കാര്യം ഉറപ്പോടെ പറയട്ടെ, എല്ലാവരും ചേർന്ന് പറ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നമുക്ക് മുൻപേ മരിച്ചുപോയ വിശുദ്ധന്മാർ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ ജീവനോട് ഇരിക്കുന്ന സകല വിശുദ്ധന്മാരും ഈ ശരീരം ഉണഞ്ഞു മാറി വിൺമയമായ ശരീരം ധരിച്ചുകൊണ്ട് ഈ ഭൂമണ്ഡലം വിട്ടും മാറി ക്ഷണനേരം കൊണ്ട് നാം കർത്താവിന്റെ അടുക്കലെത്തും. അതാ നമ്മുടെ പ്രത്യാശ. അതിനായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ വിശ്വാസ ജീവിതം വിശുദ്ധിയോടെ നയിക്കാം. ആത്മാവിനെ ആരാധിക്കാം. കർത്താവിനായി നിലകൊള്ളാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.